അവർ പരീക്ഷിച്ച ശീലങ്ങൾക്ക് വീണു പോകുന്ന ഒരു സ്ഥലമല്ല. പൈസ കൊടുത്ത് പാലക്കാടിനെ വാങ്ങാൻ കഴിയില്ല, പാലക്കാടിന്റെ വോട്ടിനെ വാങ്ങാൻ കഴിയില്ല. പാലക്കാട് നമ്മളെ പിന്തുണക്കുന്നത്, സഹായിക്കുന്നത്, തെരഞ്ഞെടുപ്പ് ജയിപ്പിക്കുന്നത് രണ്ട് കാര്യങ്ങൾ കൊണ്ടാണ്. ഒന്ന്, നമ്മൾ ഉയർത്തുന്ന രാഷ്ട്രീയം. രണ്ട്, നമ്മൾ അവർക്ക് നൽകുന്ന സ്നേഹം അവർ ഇരട്ടിയായി തിരിച്ചും നൽകും എന്നുള്ളത് എൻ്റെ അനുഭവത്തിൽ നിന്ന് ബാക്കി ആരുടെയും അനുഭവങ്ങൾ നമ്മളെല്ലാവരും മനസ്സിലാക്കിയിട്ടുള്ളതാണ്. രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി തെരഞ്ഞെടുപ്പിന്റെ ചട്ടങ്ങൾക്കും തെരഞ്ഞെടുപ്പ് പ്രക്രിയക്കും ജനങ്ങൾക്കും പുല്ല് വില കൽപ്പിക്കുകയാണ്. 3, 4, 5 വണ്ടികൾ വരിവരിയായി പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സഹായികൾ വീടുകൾ തോറും പണം വിതരണം ചെയ്യാൻ ശ്രമിക്കുന്നത് അതുകൊണ്ട് പാലക്കാട്ടെ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പറ്റുമെന്നുള്ളത് വ്യാമോഹമാണ്. നേരായ മാർഗത്തിൽ ജയിക്കാൻ കഴിയില്ല എന്നുള്ളത് BJP അഡ്മിറ്റ് ചെയ്തിരിക്കുന്നു. പരാജയം BJP അവിടെ സമ്മതിച്ചിരിക്കുന്നു. 2, പ്രധാനമന്ത്രി നേരിട്ട് വന്ന് പ്രചരണം നടത്തിയ ഒരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ് പാലക്കാട് കോട്ട മൈതാനത്ത്. വലിയ റാലി സംഘടിപ്പിച്ചും റോഡ് ഷോ സംഘടിപ്പിച്ചും നേരിട്ട് വന്ന് പ്രചരണം നടത്തി. അപ്പൊ പ്രധാനമന്ത്രി നടത്തിയ പ്രചരണത്തിന് പോലും ഒരു ഇമ്പാക്റ്റും പാലക്കാട് ഇല്ല എന്നുള്ളത് സ്ഥാനാർത്ഥി തന്നെ തുറന്ന് സമ്മതിക്കുന്നതാണ് ഈ ഏർപ്പാട്. അതല്ലെങ്കിൽ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി വന്ന അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് ജയിക്കാൻ കഴിയുമെങ്കിൽ പിന്നെ ഈ വീട് കയറി നടന്നിട്ട് പണം കൊടുക്കാൻ ശ്രമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ ഇത് അതീവ ഗുരുതരമായിട്ടുള്ളൊരു സാഹചര്യമാണ്. പാലക്കാടിന്റെ ശീലങ്ങളെ മാറ്റാൻ ശ്രമിക്കുകയാണ്. മാറാത്തത് ഇനി മാറും എന്ന് പറഞ്ഞത് ഇതൊക്കെയാണ്. ആളുകൾ രാഷ്ട്രീയ ബോധം കൊണ്ടും സ്ഥാനാർത്ഥികളോടും മറ്റുമുള്ള സ്നേഹം കൊണ്ട് വോട്ട് ചെയ്യുന്നത് പൈസ കൊണ്ട് മാറ്റാൻ പറ്റൂ എന്നുള്ളതാണ് ശ്രമിക്കുന്നത്. പാലക്കാട് മാറില്ല, രാഷ്ട്രീയമായി മാറില്ല, ഇത്തരം ദുശീലങ്ങളിലേക്ക് ചെന്ന് ചാടുകയില്ല, ഒരു സംശയക്കാര്യത്തിൽ വേണ്ട. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ശക്തമായ നടപടികൾ സ്വീകരിക്കണം. BJP കമ്മീഷൻ അല്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ അയോഗ്യത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പായിട്ടും ചെയ്യണം. പിന്നെ ഇത് കണ്ണാടിയിൽ ആ ഒരു വീട്ടിൽ മാത്രം നടത്താൻ ശ്രമിച്ച ഒരു എക്സസൈസ് ആയിട്ട് കാണാനും കഴിയില്ല. പലയിടങ്ങളിലും ശ്രമിച്ചിട്ടുണ്ടാകുമെന്ന് ഉറപ്പാണ്. പക്ഷെ അതൊന്നും ഞാൻ പറഞ്ഞല്ലോ, അതിനെയൊക്കെ പാലക്കാട് BJPയെയും തിരസ്കരിക്കും. BJPയുടെ ഇത്തരം ശീലങ്ങളെയും അവരുടെ പണത്തെയും പാലക്കാട് തിരസ്കരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാവും. ഞങ്ങൾ രേഖാമൂലം പരാതി കൊടുക്കുന്നുണ്ട്. തെളിവ് സഹിതം ഇത് പുറത്തു വന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് അഡ്മിറ്റ് ചെയ്യുമെങ്കിലും ചെയ്തത്. അപ്പൊ അതിനകത്ത് തന്നെ പറയുന്നത് അടിച്ചു മുഖം തിരിക്കുന്നു പൊളിക്കും എന്നൊക്കെ പറയുന്നൊക്കെ കേട്ടു. ഇപ്പൊ പാലക്കാടിന്റെ അമ്മയാണ് പെങ്ങളാണ് എന്നൊക്കെ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്നത് യഥാർത്ഥത്തിലുള്ള ഐഡന്റിറ്റി റിവീലിയും കൂടിയാണ്. എന്താണ് യഥാർത്ഥത്തിൽ പാലക്കാട്ടുകാരോട് ചെയ്യാനും പറയാനും പോകുന്നത് എന്നുള്ളത് കൂടിയാണ് അവിടെ റിവീൽ ചെയ്തിരിക്കുന്നത്. പാലക്കാടൻ ജനത അവരുടെ ആത്മാഭിമാനത്തെ ഉയർത്തിപ്പിടിക്കും. തങ്ങളുടെ വോട്ടോ തങ്ങളുടെ ആത്മാഭിമാനത്തെയോ ആരുടെയും നോട്ടുകെട്ടുകൾക്ക് മുമ്പിൽ പണയം വെച്ച ശീലം പാലക്കാടിനില്ല. പാലക്കാടിനെ കുറിച്ചുള്ള അവരുടെ എല്ലാ ധാരണകളും തെറ്റാണ്. പാലക്കാട് ഇതിനെതിരെ ശക്തമായി പ്രതികരിക്കും.